നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എവിടെയൊക്കെ ദൈവത്തിൻ്റെ ശബ്ദവും വെളിച്ചവും ഉണ്ടായിട്ടുണ്ടോ അവിടെയൊക്കെ ഒരു ഭയങ്കര ദൈവപ്രവൃത്തി ഉണ്ടായിട്ടുണ്ട്. 40 വർഷം മോശ കൊട്ടാരത്തിനകത്ത് വളർന്നു. വീണ്ടും താൻ 40 വർഷം മിദ്യാനിൽ താൻ ഇത്രോമിൻ്റെ ആടുകളെ മേയിച്ചു കൊണ്ടിരിക്കുകയാണ്. നോക്കിക്കേ, പിന്നെ താൻ ഹോരേബ് എന്ന പർവ്വതത്തിലേക്ക് 80-ാമത്തെ വയസ്സിൽ കയറി ചെല്ലുമ്പോൾ താൻ ആദ്യം കണ്ടത് തീയല്ല, തീയുടെ വെളിച്ചമാണ്. ഓ, മനസ്സിലായവർ ദൈവത്തെ സ്തുതിച്ചാട്ടെ. സ്തോത്രം. താൻ ആദ്യം കണ്ടത് തീയല്ല. നിങ്ങൾക്കറിയാമോ? സ്തോത്രം. ഒരു പച്ച മുൾപ്പുടർപ്പ് പകൽ സമയത്ത് കത്തി നിൽക്കുമ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. സൂര്യനേക്കാൾ വെല്ലുന്നൊരു വെളിച്ചം പർവ്വതത്തിനകത്ത് വെളിപ്പെട്ടപ്പോൾ ആദ്യം കണ്ടത് വെളിച്ചമാണ്. ആ വെളിച്ചത്തിലേക്ക് മോശ നടന്ന് ചെല്ലുമ്പോൾ മോശയ്ക്കൊരു കാര്യം മനസ്സിലായി. ഒരു പച്ച മുൾപ്പുടർപ്പ് കത്തുന്നതിന്റെ വെളിച്ചമാണ്. രക്തം ചെയ്യും. നോക്കിക്കേ, ഈ മോശ കയറി ചെല്ലുമ്പോൾ ആദ്യം കാണുന്ന ഈ പർവ്വതം മൊത്തം വെളിച്ചമായി നിൽക്കുകയാണ്. അല്പം കൂടെ കയറി നിൽക്കുമ്പോൾ പച്ച മുൾപ്പുടർപ്പെന്ന് കത്തുന്ന തീയുടെ വെളിച്ചമാണ് വരുന്നത്. അതിനകത്ത് നിന്നൊരു ശബ്ദം. ഒന്ന്, വെളിച്ചവും ശബ്ദവും ഒരുപോലെ വെളിപ്പെടുന്നുണ്ടെങ്കിൽ, വെളിച്ചവും ശബ്ദവും ഒരുപോലെ വെളിപ്പെടുന്നുണ്ടെങ്കിൽ, ഇന്ന് രാത്രി ഞാനൊരു ദൂത് പറയാം. നിന്റെ പുറപ്പാടിന് സമയമായി. ഇനി നിന്നെ ബന്ധിച്ചു വെക്കാൻ പറ്റത്തില്ല. ഇനി നിന്നെ അടിമയാക്കി ഇരുത്താൻ പറ്റത്തില്ല. ഇനി നിന്നെ ഒതുക്കുവാൻ പറ്റത്തില്ല. ഇനി ഫറവോന് നിന്നെ പിടിച്ചു വെക്കാൻ പറ്റത്തില്ല. കാരണം ഒരുത്തനെ ദൈവം അഭിഷേകം ചെയ്ത് പുറത്തു കൊണ്ടുവരികയാണ്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ജയം വ്യാപരിക്കട്ടെ. ഇന്ന് രാത്രി ചിലരുടെ കുടുംബത്തിനകത്ത് ദൈവ ശബ്ദവും വെളിച്ചവും ഒരുപോലെ വെളിപ്പെടാൻ പോകുകയാണ്. ഈ ദൂത് കേൾക്കുന്നവരോട് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, നിന്റെ വീടിനകത്ത് ദൈവ ശബ്ദവും വെളിച്ചവും. കർത്താവിനോട് പറയുന്നു, ചില തലമുറയുടെ യാത്രകൾക്ക് സമയമായി, ചിലരുടെ മിനിസ്ട്രിയുടെ യാത്രകൾക്ക് സമയമായി, ചിലരുടെ വിടുതലിന്റെ സമയമായി, ചിലരുടെ ഉയർച്ചയുടെ സമയമായി. ഇന്ന് രാത്രി ദൈവാത്മാവ് ശക്തമായി പ്രവചിച്ചു പറയുന്നു, വെളിപ്പാടിൽ പ്രവചിച്ചു പറയുന്നു, നിനക്ക് സമയമായി. ദൈവ ശബ്ദം നിന്റെ വീടിനകത്ത് മുഴങ്ങാൻ പോകുകയാണ്.